ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AK ടെക് ഇൻഫോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കിക്കാണാൻ പോകുന്നത് ഒരു മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ OTG. നിങ്ങളിത് രണ്ടെണ്ണം വാങ്ങിക്കാൻ നോക്കുകയാണ്. ഇതിൽ ഏതാണ് നല്ലത്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏതാണ് വാങ്ങിക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം മൈക്രോവേവ് ഓവനകത്തേക്ക് പോകാം. എന്താണ് മൈക്രോവേവ് ഓവൻ? മൈക്രോവേവ് ഓവനകത്ത് നമ്മൾ മൈക്രോവേവ് റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാചകം സാധ്യമാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. അപ്പം നമ്മൾ ഈ മൈക്രോവേവ് ഓവനകത്ത് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മാഗ്നട്രോൺ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. ഈ മാഗ്നട്രോൺ എന്ന് പറയുന്ന ഉപകരണം ഇലക്ട്രിക്കൽ എനർജീനെ മൈക്രോവേവ്സ് ആയിട്ട് മാറ്റും. അത് ഏതാണ്ട് 2.5 GHz വരുന്ന മൈക്രോവേവ് ആക്കിയാണ് മാറ്റുന്നത്. ഇനി ഈ മൈക്രോവേവ് ഉപയോഗിച്ച് എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ മൈക്രോവേവിനകത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണത്തിനകത്തും വാട്ടർ കണ്ടൻറ്റ് വേണം. അപ്പോൾ ഈ വാട്ടറിനകത്ത് അല്ലെങ്കിൽ ജലത്തിനകത്ത് സാധാരണയായിട്ട് ഈ ജലകണികകൾ ഒരു ഡൈപോളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, നെഗറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ ഒരു ജലാംശമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മില്യൺസ് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജലാംശം ഇങ്ങനെ അല്ലെങ്കിൽ ഡൈപോൾസ് ഉണ്ടാവും. ഈ മൈക്രോവേവ് ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എപ്പോഴും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മോളിക്യൂൾസ് ഇങ്ങനെ ഇളകാൻ തുടങ്ങും. ഈ മോളിക്യൂൾസ് പരസ്പരം ഇങ്ങനെ ഇളകുന്നത് കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഈ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ ഉരസാൻ തുടങ്ങുമ്പോൾ അവിടെ വലിയ എനർജി ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് മൈക്രോവേവ് ഓവനകത്ത് പാചകം നടക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വലിയ ഒരു ഡിഫൈൻഡ് സ്പേസിനകത്ത് കുറേ ആൾക്കാരിങ്ങനെ കൃത്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരോടെല്ലാം നമ്മളിങ്ങനെ ഇളകാൻ പറയുകയാണെങ്കിൽ ഇവർ ഇളകുന്ന സമയത്ത് പരസ്പരം ഇങ്ങനെ ഉരസിക്കൊണ്ടൊക്കെയാണല്ലോ ഇളകുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ കാരണം എന്തുണ്ടാവും? ഇവരുടെ എനർജി ജനറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് മോളിക്യൂൾസ് ഇങ്ങനെ ഇളകുന്നത് കാരണം അവിടെ എനർജി ജനറേറ്റ് ചെയ്യുക. അത് ഉപയോഗിച്ചിട്ടാണ് മൈക്രോവേവിനകത്ത് പാചകം നടക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇനി നമുക്ക് OTG എന്താണെന്ന് നോക്കാം. OTG എന്ന് പറഞ്ഞാൽ ഓവൻ ടോസ്റ്റ് ഗ്രിൽ എന്നാണ് OTGക്ക് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ സാധാരണയായിട്ട് ഒരു കൺവെൻഷണൽ കോയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കോയിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്ന സമയത്ത് ഈ കോയിൽ ഹീറ്റ് ആവുകയും എനർജി പുറത്തേക്ക് വരികയും അങ്ങനെയാണ് പാചകം നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബൾബ് എടുത്തിട്ട് ഈ ബൾബ് സ്വിച്ച് ഓൺ ചെയ്ത് കുറേ നേരം നിർത്തുകയാണെങ്കിൽ നമ്മൾ ആ ബൾബിൻ്റെ സർഫസ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ ബൾബിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ചൂട് അനുഭവപ്പെടുന്നില്ലേ? സെയിം മെത്തേഡ് തന്നെ അതിനകത്തൊരു ഹീറ്റിംഗ് ആണ് നടക്കുന്നത്, ഇവിടെയും കോയിൽ ഹീറ്റിംഗ് ആണ് നടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി OTG അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഏതാണ് നല്ലതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം ബേക്കിംഗ് അതേപോലെ തന്നെ ടോസ്റ്റിങ്, നമ്മൾ ഗ്രില്ലിംഗ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബെറ്റർ OTG ആണ്. കാരണം നമുക്ക് വളരെ ക്രിസ്പായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ OTG ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും. നമ്മൾ സാധാരണ അടുപ്പിൽ പാചകം ചെയ്യുന്നത് പോലെ തന്നെയാണ് OTG. മൈക്രോവേവ് ഓവൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പാചകം നടക്കണം. അതുപോലെ തന്നെ വളരെ ചെറിയ പാചകങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്കൊരു മൈക്രോവേവ് ഓവനകത്തേക്ക് പോകാം. അപ്പം OTGയും മൈക്രോവേവ് ഓവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുകയും ചെയ്യാം.